ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. തിരുവിതാംകൂറിൽ നിന്നും കുടിയേറി മലബാറിന്റെ മണ്ണിൽ വാസമുറപ്പിച്ച് മക്കളും കൊച്ചുമക്കളുമൊക്കെയായി നിരവധി കുടുംബങ്ങളായി തീർന്ന ചേനാട് കുടുംബത്തിന്റെ കുടുംബസംഗമം പ്രാപ്പോയിൽ പെരുന്തടത്തിൽ CP രാജപ്പനാചാര്യയുടെ ഭവനത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. കുടുംബസംഗമം ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയി ഉദ്ഘാടനം നിർവഹിച്ചു. ഡസൻ കണക്കിന് ആളുകൾ നേരത്തെ 23 ആ 23 തന്നെ വന്നെന്നുള്ള ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. വന്നിട്ടോ അപ്പൊ കുറെ ആൾ പിന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. ഇപ്പൊ അതിനേക്കാളെല്ലാം 40-50 ആലോചിച്ച് നോക്കിയാൽ ഒരു കുടുംബത്തിൽ നിങ്ങൾ നിസ്സാരക്കാരല്ല, ചേനാട്ടുകാരുടെ കുടുംബം. ആനയ്ക്ക് വില പറയണം. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നപ്പം വിചാരിച്ചു ഞങ്ങൾ 3 ആണ്, ഞങ്ങൾ 2 ആണ്, ഞങ്ങൾ 5 ആണ്, ഞങ്ങൾ ഇത്ര ഉള്ളൂ. സുരേഷും അതുപോലെ മറ്റാളുകളും നമ്മുടെ കുടുംബസംഗമം അന്വേഷിക്കാൻ വേണ്ടി സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പം നിങ്ങൾ ആലോചിച്ചൊരു കാര്യമുണ്ട്. അങ്ങനെ അത്ര ആളുണ്ടോ? നമ്മള് അങ്ങനെ സംഗമം നടത്താൻ ശേഷിയുണ്ടോ? അങ്ങനെ സംഗമം നടത്താൻ ശേഷിയുണ്ട്. നമ്മൾ ഇത്ര ഉണ്ട്. അത് നമ്മളൊരു സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെ? ഒരു സൈഡ് മാത്രമേ. ഇനി എത്രയോ ആളുകൾ ഇവിടെ പങ്കെടുക്കാനുണ്ട്. ചേനാട്ട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ പങ്കെടുക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു നാടിന്റെ, ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും താഴത്തെ ഒരു കുടുംബ വ്യക്തി, അവൻ കുടുംബം. ആ കുടുംബം, ഒരുപാട് കുടുംബങ്ങൾ ചേരുമ്പോഴാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. ബഹുമെടുക്കലാന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമെടുക്കലാന്ന് ആളുകളോട് പറഞ്ഞു ഞങ്ങളെ ജയിപ്പിച്ചു. ഞങ്ങൾ ജനപ്രതിനിധികളായി, ജനങ്ങളുടെ പ്രതിനിധികളായി ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്നു. അവിടെ ജനപ്രതിനിധികളായി പോയി പഞ്ചായത്തിൽ ചെല്ലുമ്പം എനിക്കും സന്തോഷം, ഞങ്ങൾക്കും എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം, ഞങ്ങൾക്കുണ്ടായ അധികാരം ജനങ്ങൾ തന്ന ഈ ചേർനാട്ട് കുടുംബത്തിൽപ്പെട്ട അതുപോലെ ഒരുപാട് കുടുംബങ്ങൾ നൽകിയ വോട്ടിന്റെ കരുത്തല്ലേ ഈ ജനപ്രതിനിധി പറഞ്ഞ് അവിടെ എത്തുന്നത്. അപ്പൊ അതൊക്കെ ഒരു സിസ്റ്റത്തിന്റെയും സംവിധാനത്തിന്റെയും എല്ലാം ഭാഗമായിട്ട് വരുന്നതാണ്. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. ഇവിടെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുടുംബ ബന്ധങ്ങളെല്ലാം അകന്നു പോകാം. എനിക്ക് എന്റേത്, നിനക്ക് നിന്റേത് എന്ന് പറഞ്ഞ് സ്വാർത്ഥപൂർണമായ, സ്വാർത്ഥതയുടെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് സമ്പത്തുണ്ടാക്കുക. ആ സമ്പത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം. സമ്പത്തുണ്ടെങ്കിൽ എല്ലാം വരും. എല്ലാം അപ്പൊ സമ്പത്ത് മാത്രം മതിയോ? സമ്പത്ത് നമുക്ക് എല്ലാം നേടാൻ പറ്റുമോ? സമ്പത്ത് കോടി കൊടുത്താൽ കിട്ടാത്താണ് നമ്മുടെ ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ ഇടവിധി യോജിപ്പിച്ച് ഒരുമിച്ച് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഈ കുടുംബസംഗമത്തിൽ നാം കാണുന്നത്. ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഞാൻ എന്റെ പിൻസെൽത്ത് നോക്കി, ചേനാട്ട് കുടുംബസംഗമം എന്ന് പറഞ്ഞ് യോഗത്തിൽ CS സുനീഷ് സ്വാഗതം ആശംസിച്ചു. സുരേഷ് മോനിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സന്തോഷ് ഇല്ലയിടത്ത്, കൂടാതെ തിരുവിതാംകൂറിൽ നിന്നുമെത്തിയ ഗോപാലകൃഷ്ണൻ മണിമല, രാജൻ മണിമല, സുരേന്ദ്രൻ എറണാകുളം തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടുംബത്തിലെ മുതിർന്നവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. കുടുംബസംഗമത്തിലേക്ക് എത്തിയ എല്ലാ ബന്ധുമിത്രാദികളെയും ഈ യോഗത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പർ സന്തോഷെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളിവിടെ 9 മണിക്കായിരുന്നു തീരുമാനിച്ചിരുന്നു. എല്ലാവരും എത്തിച്ചേരാൻ വൈകിട്ടുണ്ട് കുറച്ച് പേര്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ പരിപാടി നല്ല ഗംഭീരമാക്കി തീർക്കാൻ എല്ലാവരും നല്ലപോലെ സഹകരിക്കുക. സ്നേഹനിധികളായ സഹോദരങ്ങളെ, നമ്മുടെ ചേനാട്ട് കുടുംബത്തിൻ്റെ കുടുംബസംഗമം കാരണഭൂതരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അനിയൻ അനീഷ് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും ആ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പം എൻ്റെ മനസ്സിലൊരു ആശയം തോന്നിയത്, നമ്മുടെ കുടുംബസംഗമം നടത്തണം. എന്തിനാണ് കുടുംബസംഗമം? നമ്മളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും നമ്മളുടെ മുതിർന്ന ആളുകളെ ആരെയും അറിയില്ല. മുതിർന്ന ആളുകൾക്ക് പേരക്കിടാങ്ങളെയും അറിയില്ല. അങ്ങനെ അന്യോന്യം കാണുകയും പരിചയപ്പെടുകയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലഹരി, മാഫിയ, മറ്റ് തെറ്റുകൾ, ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ വേണ്ടി ഈ ഒരു മാർഗം
വളരെ ഉചിതമാണ് എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. ഇന്നത്തെ കാലത്ത് ഇതിനു മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട സാർ പറഞ്ഞ പോലെ ലഹരി അതൊരു ഭയങ്കരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്തത് നമ്മളെ തൊട്ട് എൻ്റെ മകളുടെ കൂടെ പഠിച്ച ഒരു പെങ്കൊച്ച് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാണ് കഞ്ചാവിൽ പിടിച്ചു. കോട്ടയത്ത് ഏകനായി ആ കുട്ടി തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പം പോലീസുകാർക്ക് സംശയം തോന്നിയിട്ട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റെ കഞ്ചാവ. അതെങ്ങനെ സംഭവിച്ചു, എവിടുന്ന് സംഭവിച്ചു? അതിന് പുറയിൽ ആളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച ആ ഒരാളെ ഉള്ളൂ, അല്ലെ പോലീസുകാർ വിചാരിച്ച അവൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവർ ധരിച്ചത്. പക്ഷെ അവിടെ അല്ല, അവരുടെ കൂടെ വേറെ ഇതിന് പുറയിൽ വലിയ ആൾക്കാരുണ്ട്, വലിയ ആൾക്കാർ ഇതിൻ്റെ പുറയിലുണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലഹരി. അതൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ, എൻ്റെ മക്കളെ കൂടെ കൂട്ടിയാണ് പറയുന്നത്. എൻ്റെ മക്കൾ അങ്ങനെ പോകാറില്ല കേട്ടോ, പോകുന്നില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ വലിയ ഇതിൽ വളർത്തുന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ പറയുന്ന ഭാഗം അവർ അംഗീകരിക്കാൻ തയ്യാറാണ്, അവർ ചെയ്യാറില്ല. 30/3/2025 നമ്മുടെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ഇങ്ങനെ സംഘടിപ്പിച്ച് ഇവിടെ ചേർന്ന് അന്ന് 9 പേര് പങ്കെടുത്ത മീറ്റിങ്ങിലാണ് ഇങ്ങനൊരു കുടുംബസംഗമം സംഘടിപ്പിക്കാം, എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എന്നുള്ള തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പരസ്പരം അറിയാവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധം നിലവിലുള്ളവർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് അറിയത്തില്ലാത്ത മറ്റുള്ളവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് ചെയ്യാമെന്നുള്ള ധാരണയിലെത്തുകയും അങ്ങനെ നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മുടെ പപ്പാശ്ശേരി വലിച്ചൻ്റെയും കാർത്തിയാനിയമ്മയുടെയും ബന്ധത്തിൽപ്പെടുന്ന എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഫോൺ നമ്പർ ഇല്ലാത്ത ഇവിടെ അടുത്തുള്ള ആളുകളെ പോയി നേരിട്ട് കണ്ട് ക്ഷണിക്കുകയും ബാക്കിയുള്ളവരെ ഫോണിലൂടെ ബന്ധപ്പെടുകയും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ എല്ലാവരെയും പരമാവധി അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയായിരിക്കും, കുറേ ആൾക്കാരെ വിട്ടുപോയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചിലപ്പോൾ നമ്മളുടെ ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളിവിടെ വന്ന് പരിചയപ്പെടുന്ന സമയത്ത്, ആ ബന്ധം പുതുക്കുന്ന സമയത്ത് പറയാനും ഉള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അപ്പം നമ്മുടെ ഈ ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ നമ്മുടെ ഈ യോഗത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ പോയി ക്ഷണിച്ച് ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിക്കുകയും നമ്മളോട് നമ്മുടെ കുടുംബസംഗമത്തെ പറ്റി അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ് എന്നുള്ള വിധത്തിൽ സംസാരിച്ച് നമുക്കൊരു ക്ലാസ് പോലെ എടുത്തു തരികയും ചെയ്ത ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KK ജോയി അവർക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ കുടുംബസംഗമത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊടുത്തിയ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ സന്തോഷ്, അദ്ദേഹം നമുക്ക് അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനും നമ്മളുടെ ഓരോരുത്തരുടെ പേരിൽ ഈ കുടുംബസംഗമത്തിൻ്റെ പേരിലും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ചടങ്ങിലേക്ക് എടുക്കാൻ വേണ്ടി അധ്യക്ഷനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവർക്കും സ്റ്റാർ ഫർണിച്ചർ പെരിങ്ങോത്തിന്റെ വിഷു, ഈസ്റ്റർ, റംസാൻ ആശംസകൾ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മകളിൽ പരിപാവനമായ വ്രതാനുഷ്ഠാനങ്ങളുടെ അകമ്പടിയിൽ കടന്നുവരുന്ന ഈസ്റ്ററും റംസാനുമൊപ്പം കാർഷിക സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധമായ വിഷുവിനെയും വരവേൽക്കുന്ന നിങ്ങൾക്കായിതാ സ്റ്റാർ ഫർണിച്ചർ പെരിങ്ങോം വിപുലമായ കളക്ഷനുകളോടെ ഓഫർ കലവറിയുമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഫർണിച്ചറുകൾക്ക് മറ്റെങ്ങും ലഭിക്കാത്ത ഓഫറുകളുടെ പെരുമഴയാണ് ഇപ്പോൾ സ്റ്റാർ ഫർണിച്ചറിൽ. ഫർണിച്ചറുകൾക്ക് ഈസി ലോൺ സൗകര്യം ലഭ്യമാണ്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഫ്രീ ഹോം ഡെലിവറി സൗകര്യം. എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു. സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9847274367 9074710967.